ഇന്ന് ഞാൻ ടാലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല കേട്ടോ ചെയ്യണത്. പകരം ഞാൻ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ. പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ ആണെന്ന് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യേണ്ടായിരിക്കില്ല. അതായത് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഒരു ടാലി ടീച്ചറായി എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതായത് എൻ്റെ കരിയർ ജേണിയെ കുറിച്ചിട്ടാണ്. ഞാനൊരു സുപ്രഭാതത്തിൽ അങ്ങോട്ടൊരു ടാലി ടീച്ചർ ആയതൊന്നുമല്ല, അല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടിയിട്ട് നോമ്പ് നോറ്റി ഇരുന്നിട്ടൊന്നുമില്ല. ഞാൻ യാദൃശ്ചികമായി അങ്ങോട്ടായി, എന്നാൽ യാദൃശ്ചികം എന്ന് പറയാനും പറ്റില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? കരിയർ ജേണിയെ കുറിച്ചിട്ടാണ്. ഞാൻ എങ്ങനെ ഒരു ടാലി ടീച്ചറായി എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കുറേ വർഷം ഒന്ന് ബാക്കിലേക്ക് പോകേണ്ടി വരും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 90s, അതായത് ഒരു 92 ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ എൻ്റെ കോളേജ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പൂനെക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ പൂനെയിൽ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അന്ന് കമ്പ്യൂട്ടറൊന്നും അത്ര അങ്ങോട്ട് വ്യാപകമായിട്ട് ഇല്ല, കാരണം ഓഫീസുകളിലൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ചേർന്നു. അപ്പോൾ അന്ന് ഡോസ് ബേസ്ഡ് ആണ്. അപ്പം അന്ന് ഡോസ് ബേസ്ഡ് ആയിരുന്നു. അപ്പം ഞാൻ അവിടെ ചേർന്ന് ഒരു 3 മാസത്തെയോ 6 മാസത്തെയോ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പം ഞാൻ ആ കമ്പ്യൂട്ടർ കോഴ്സിന് ചേർന്നു. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള പരിചയമൊന്നും എനിക്കില്ല. അപ്പോൾ ഞാനൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചേർന്നു. അങ്ങനെ ആ കോഴ്സൊക്കെ കഴിഞ്ഞു. ആ കോഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ജോലി അന്വേഷിച്ചുകൊണ്ട്, അപ്പോൾ അവിടെ ഓരോ പ്ലേസ്മെൻറ്റിലൊക്കെ കൊടുക്കും. അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ജോലിക്ക് എന്നെ വിളിച്ചു. അതായത് ഈ ബജാജിൻ്റെയൊക്കെ ടയറുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു അവിടെ. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അക്കൗണ്ടിങ് ഇതിലൊന്നും ആയിരുന്നില്ല, ഒരു ഓഫീസ് ക്ലർക്ക് അങ്ങനെയുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ അന്ന് അവിടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൈപ്പ് റൈറ്ററിലാണ് നമ്മൾ ഡെലിവറി ചലാൻ അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ ഭാഷയായിരുന്നു അവിടെ ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. കാരണം ആൾ കൂടുതൽ ഉപയോഗിക്കുക പൂനെയിലായതുകൊണ്ട് എന്താ വെച്ചെങ്കിൽ കൂടുതൽ മറാഠിയാണ് അവിടെ ഹിന്ദിയെക്കാട്ടിലും കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ആൾ എന്താ പറയുക, മറാഠിയിലും ഹിന്ദിയിലും അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നു. പക്ഷെ പിന്നെ എനിക്ക് അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കുറേശ്ശെ മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ ഒരു 1-2 കൊല്ലമൊക്കെ ഞാൻ അവിടെ അങ്ങനെ നിന്നു. കുഴപ്പമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് വീണ്ടും നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അധികം വൈകാതെ തന്നെ പിന്നെ മാരേജ് ആയി. അപ്പോൾ മാരേജ് കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർക്ക് വന്നു. അപ്പോൾ എൻ്റെ വീട് പാലക്കാടാണ്. അപ്പോൾ ഞാൻ മാരേജ് കഴിഞ്ഞ് തൃശ്ശൂർക്ക് വന്നു. അങ്ങനെ തൃശ്ശൂർക്ക് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും എന്താണ്, ജോലി അന്വേഷണം തുടങ്ങി. അപ്പോൾ ജോലി അന്വേഷണം തുടങ്ങിയപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു റിലേറ്റീവിന് ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ഉണ്ടായിരുന്നു. വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അന്നൊരു 2 രൂപയൊക്കെയാണുള്ളൂ ബസ് ചാർജ് പറയുന്നത്. ഒരു 20 മിനിറ്റ് പോയി കഴിഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അവിടെ ഇതാക്കി. അപ്പോൾ പിന്നെ റിലേറ്റീവ് ആയതുകൊണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അന്നത്തെ കാലത്ത് നല്ലൊരു സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് 10-25 വർഷം മുമ്പത്തെ കാര്യമാണ്. അപ്പോൾ അന്ന് എനിക്ക് നല്ലൊരു സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അന്നത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു സാലറി തന്നെയായിരുന്നു. പക്ഷേ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ അധിക ദിവസം ഇങ്ങനെ വർക്കൊന്നും ഇല്ലാതെ അവസാനത്തെ ദിവസങ്ങളിലൊക്കെയാണ്. കാരണം ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ഒരു ഇതാണത്. കാരണം ഫ്രാഞ്ചൈസി ആണല്ലോ. അപ്പോൾ ഇങ്ങനെ വെറുതെ എല്ലാവരും ഇങ്ങനെ വന്നിരിക്കില്ല, വലിയ വലിയ ഡീലേഴ്സ് വന്ന് വാങ്ങിക്കുന്ന സ്ഥലമാണത്. അതിന് തൃശ്ശൂരുള്ള ഒരു ഫ്രാഞ്ചൈസിയാണത്. അപ്പോൾ അങ്ങനെ വെച്ചാൽ വലിയൊരു ഇതൊന്നും ഇല്ലാക്കുമ്പോൾ അപ്പോൾ അവിടെ കമ്പ്യൂട്ടറിൽ ബില്ലടിക്കുക, പിന്നെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുക, അങ്ങനെ അക്കൗണ്ടിങ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതേപോലെ തന്നെ ഒരാളും കൂടി ഉണ്ട് അവിടെ ഹെൽപ്പ് ചെയ്യാനെങ്കിൽ. പൂനെയിൽ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരാളുള്ള പോലെ തന്നെ ഇവിടെയും ഉണ്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ നല്ല ഒരു ഇതിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ US പോകാനൊരു ചാൻസ് കിട്ടി. അപ്പോൾ ആൾ US പോയി. അപ്പോൾ പിന്നെ ഞാനും പാസ്പോർട്ടും വിസയും ഇതൊക്കെ ആക്കിയിട്ട് ഞാനും അതിനൊക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെ 2000-ൻ്റെ തുടക്കത്തിൽ ഞാൻ US ഹസ്ബൻഡിൻ്റെ കൂടെ ഈ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ഞാൻ പോയി. പിന്നെ അവിടുന്ന് ഒരു 2 കൊല്ലമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു. അത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും ഞാൻ ജോലി പിന്നെ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ വെറുതെ ഇരിക്കേണ്ട. അപ്പോൾ ഞാൻ എന്തെങ്കിൽ ഒരു C++ പഠിക്കാൻ വേണ്ടിയിട്ട് ചേർന്നു. സത്യം പറഞ്ഞാൽ അത് എന്താണെന്ന് അന്നും എനിക്കറിയില്ല, ഇന്നും അറിയില്ല. കാരണം എന്താ വെച്ചാൽ അതൊരു റിലേറ്റ് ചെയ്ത് തോന്നില്ല. പക്ഷേ വെറുതെ ഇരിക്കേണ്ട എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ അതിന് വേണ്ടിയിട്ട് ചേർന്നു. അപ്പോൾ അത് പഠിച്ചതുകൊണ്ട് എനിക്ക് ഒരു മെച്ചമായിട്ടൊന്നും തോന്നിയില്ല. കാരണം അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അതുമായി അത്ര എനിക്കൊരു ബന്ധമില്ലാത്തത് കൊണ്ടായിരിക്കാം എൻ്റെ ഫ്യൂച്ചറിൽ എനിക്കതൊരു പ്രയോജനകരമായിട്ട് വന്നില്ല.
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഈ അക്കൗണ്ടിങ്ങും ടാലിയും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അപ്പോൾ അയാൾ അവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ശരിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കോമേഴ്സൊക്കെ പഠിച്ചു വന്ന് കോളേജിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്താണ് ഒരു ജോലി കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണമല്ലോ. അപ്പോൾ അന്ന് ഇപ്പോൾ അത്ര വലിയ കുറേ മുളച്ച് പൊന്തുന്ന സ്ഥാപനങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ഓരോ സ്ഥലത്ത് പോയിട്ട് അപ്പോൾ അയാൾ ഒരു സ്ഥാപനത്തിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്ഥാപനം അക്കൗണ്ടൻസ് അക്കാഡമി ആയിരുന്നു, തൃശ്ശൂരിലായിരുന്നു. സാമാന്യം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയായിരുന്നു അത്. അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് അന്വേഷിച്ചു, വേറെ 1-2 സ്ഥലത്ത് പോയിട്ട് ഞാൻ അന്വേഷിച്ചു. ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ടോണി അങ്ങനെ പറഞ്ഞ കുറേ 2-3 സ്ഥലത്തൊക്കെ പോയിട്ട് അന്വേഷിച്ചു. പക്ഷെ എന്തോ എനിക്ക് ഇവിടെയാണ് കുറച്ചും കൂടി സ്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം അവിടുത്തെ സാറിൻ്റെ ബിഹേവിയറും ഒക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിട്ട് തോന്നി. അങ്ങനെ ഞാൻ അവിടെ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ചേർന്നു. ഒരു 6 മാസത്തെ കോഴ്സായിരുന്നു, അക്കൗണ്ടിങ്ങും ടാലിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ അധികം കുട്ടികളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല, ഒരു 4 കുട്ടികളൊക്കെയാണ് ഉണ്ടായിരുന്നുള്ളൂ, ഒരു 2 മാഷന്മാരും. കാരണം അതും തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്ഥാപനം. അപ്പോൾ ഞാനങ്ങനെ ചെന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഇങ്ങനെ അക്കൗണ്ടിങ് ജേണൽ എൻട്രി ഒക്കെ എഴുതുക, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ സിമ്പിളായി തോന്നി. അങ്ങനെ ട്രയൽ ബാലൻസ് എടുക്കുക, ആ കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ പിന്നെ 2ാമത്തെ ദിവസം ഞാൻ ചേർന്നു. അപ്പോൾ അവിടെ എന്തായിട്ടുണ്ടെങ്കിൽ മാസത്തിലൊരിക്കൽ സാറിൻ്റെ ഒരു ക്ലാസ് അവിടെ ഉണ്ടാവാറുണ്ട്. കാരണം ഈ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടികൾക്ക് ഒരു ക്ലാസ് കൊടുക്കും ഇതാക്കുമ്പോൾ. അപ്പോൾ ആ ക്ലാസ് ആയിരുന്നു. അപ്പോൾ എന്നോട് അത് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ക്ലാസ്സിലിരുന്നു. അങ്ങനെ എന്താ പറയുക, ഒരു മൊത്തത്തിലുള്ള എല്ലാ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്, അതായത് ജേണൽ എൻട്രി, ബിസിനസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ എനിക്കത് വളരെ യൂസ്ഫുള്ളായി തോന്നി. പിന്നെ 3ാമത്തെ ദിവസമായപ്പോൾ ഈ സാറ് എന്നോട് ചോദിച്ചു, ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു, ട്രെയിനി ആയിട്ട് നിൽക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആ ചോദ്യം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാൽ എനിക്ക് പഠിപ്പിക്കാനൊന്നും എനിക്കറിയില്ല, ഞാൻ പഠിക്കാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പോൾ സാറ് പറഞ്ഞു, ഉച്ച വരെ ഇവിടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നോളൂ, പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ വർക്ക് ചെയ്തോളൂ. അപ്പോൾ എനിക്ക് അത് കുഴപ്പമില്ല എന്ന് തോന്നി. അങ്ങനെ പേയ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നമുക്കൊരു എക്സ്പീരിയൻസ്, ശരിക്കും പറഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് ആണ് എന്നെ നിങ്ങൾ ഇന്ന് കാണുന്ന എന്നിലേക്ക് എത്തിച്ചത്. കാരണം അതെനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം എന്താ വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാനൊരു 10-15 പ്രാവശ്യം ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടികൾക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇതെല്ലാതും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഒപ്പമുള്ള കൊളീഗ്സിനോടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയണത്. അത് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താണ് എൻ്റെ വർക്കുകൾ എല്ലാതും ചെയ്യും. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഒരു ഇതായിരുന്നു. കാരണം അവിടുത്തെ ക്ലാസ്സുകൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാലി ആണെങ്കിലും അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ പഠിക്കാൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു എക്സാമൊക്കെ നടത്തും. ആ ഒരു എക്സാമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാനൊരു 1-1.5 കൊല്ലമൊക്കെ അവിടെ ട്രെയിനി ആയിട്ട് നിന്നു. പക്ഷെ പിന്നെ നമുക്കൊരു ജോലി വേണമല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ആക്കുമ്പോൾ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. കാരണം അവിടെ എനിക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാരണം നമ്മളൊരു രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമാണല്ലോ വരുന്നത്. കാരണം നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ കിട്ടി, അറിവുകൾ നമുക്കിങ്ങനെ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ വീണ്ടും ജോലി അന്വേഷിച്ചു. അങ്ങനെ ഞാൻ 2-3 സ്ഥാപനങ്ങളിലൊക്കെ പോയി. പക്ഷെ എന്തോ എനിക്കൊന്നും അവിടെ അങ്ങോട്ട് ഒരു ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ ഇവിടെയല്ല എന്നൊരു തോന്നലിങ്ങനെ എന്നിൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഒരു സ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാഞ്ച് എടപ്പാൾ തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എടുത്തു പറയേണ്ട ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളെ അവിടുത്തെ സാറന്മാർ നമ്മളെ അത്ര കണ്ടിട്ടാണ് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഷാജി സാറ്, ബിനു സാറ്, സജി സാറ്, അതേപോലെ ഷിജി മിസ്, പിന്നെ സുഷമ മിസ്. ഇവരെയൊക്കെ ഞാൻ ഒരുപാട് നന്ദിയോട് കൂടിയിട്ടാണ് ഓർക്കാറുള്ളത്. കാരണം എന്നെ ഇന്ന് കാണുന്ന ഞാനാക്കിയത് ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ ഒരു സപ്പോർട്ടും സ്നേഹവും കൊണ്ടൊക്കെയാണ്. കാരണം അവരെന്നെ അത്രയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കുകയാണെങ്കിലും ഞാൻ ജോലി ചെയ്യുമ്പോഴാണെങ്കിലും അവിടെ നമുക്ക് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, അതായത് ഒരു ഫ്രീ അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. നമുക്ക് മാനേജ്മെൻറ്റിന് നമ്മളുടെ മുകളിൽ എന്താണ് ഒരു കമ്പൽഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സജി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ എടപ്പാൾ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഈ ജോലി വേണ്ടാന്ന് വെച്ചിട്ടായിരുന്നു. എനിക്ക് വലിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല ആ ഒരു ജോലി.
അപ്പോൾ എടപ്പാൾക്ക് പോകാൻ അവിടെ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു 1.25 മണിക്കൂറിൻ്റെ യാത്രയാണുള്ളത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ അവിടെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എത്തിയാൽ മതി. അപ്പോൾ ഞാൻ ബസ്സിൽ കയറി ഇരുന്നാലൊക്കെ ഉറങ്ങും. അങ്ങനെ നല്ല ഇതായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അത് കാരണം വെച്ചാൽ ഹെഡ് ഓഫീസിൽ നിന്ന് ഒരാൾ വരികയാണല്ലോ പഠിപ്പിക്കാൻ. അപ്പോൾ അവർക്കും ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം പറയുന്നത് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അപ്പോൾ അവിടുത്തെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു. മാനുവലായിട്ടുള്ള അക്കൗണ്ടിങ്ങും ടാലിയും രണ്ടും പഠിപ്പിച്ചു ആക്കുമ്പോൾ. അപ്പോൾ ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ഒരു 3-4 മാസം അങ്ങനെ പോയി കിട്ടി. 3-4 മാസം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോഴേക്കും ഞാനിവിടെ ഒരു സ്റ്റാഫായിട്ട് എന്നെ എടുത്തു. അപ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ എന്താണ് അവിടെ ഇതാക്കി. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറിലായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇവരുടെയൊക്കെ നല്ലൊരു ഹെൽപ്പും ഇതുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പഠിച്ചു. അങ്ങനെ അവിടെ കുറേ കാലം നിന്ന് കുറച്ച് കാലമൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 2012 ഒക്കെ ആയപ്പോൾ വീണ്ടും ഹസ്ബൻഡിന് ഒരു US പോകാനുള്ളൊരു ചാൻസ് വന്നു. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ട് തന്നെയാണ് പോയത്. അങ്ങനെ പോയി. അങ്ങനെ തിരിച്ചു വന്നത് പിന്നെ ഒരു കൊറോണയുടെ മുമ്പൊക്കെയാണ്. പിന്നെ ഞാൻ എന്തായിട്ട് വെച്ചെങ്കിൽ അങ്ങനെ വലിയ ജോലിക്കൊന്നും അങ്ങനെ പിന്നെ പോയില്ല. പിന്നീടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്, ടാലി അക്കൗണ്ടിങ് മലയാളം എന്നുള്ള ചാനൽ തുടങ്ങിയത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ US സമയത്തൊന്നും ഞാൻ ടാലി എൻ്റെ മൈൻഡിൽ പോലും ഇല്ല. കാരണം ഞാൻ അവിടെ അടിച്ചു പൊളിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മുമ്പ് എങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ എനിക്ക് ക്ലാസ്സുകൾ വരാൻ തുടങ്ങി. കാരണം വാചകങ്ങൾ അതേ ഇതിലോട് കൂടി തന്നെ എനിക്കിങ്ങനെ ഒഴുകി വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇതിനെ അത്ര കണ്ട് സ്നേഹിച്ചിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വരില്ലല്ലോ ഒരിക്കലും. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം ഈ ചാനലിൽ വീഡിയോകളിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ വലിയൊരു റീച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല ആക്കുമ്പോൾ. പക്ഷേ പിന്നെ 2 പ്രാവശ്യം നിർത്തി. അങ്ങനെ 3-ാമത്തെ പ്രാവശ്യം ഞാൻ എന്തോ ഒരു ഇതിൽ അങ്ങോട്ട് ഇനി ഞാൻ നിർത്തില്ല എന്നുള്ളതിൽ ഞാൻ അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോകൾ പതുക്കെ റീച്ച് ആവാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഏറ്റവും വീഡിയോ റീച്ച് ആയത് ഒരു സൂപ്പർ മാർക്കറ്റ് അക്കൗണ്ടിങ് എന്നുള്ളൊരു വീഡിയോ ആണ് കുറച്ച് റീച്ച് കിട്ടിയത്. പിന്നെ പതുക്കെ റീച്ചായിട്ട് വന്നു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ ഇപ്പോഴും എന്താണ് ഈ ഓൺലൈൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു വരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിനെക്കാട്ടിലും ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളത് ഈ ക്ലാസ്സിലൂടെയാണ്. കാരണം ഈ കുട്ടികളുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ ക്ലാസ്സിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞാലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ വർക്ക് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഡൗട്ടുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ അതെല്ലാവർക്കും ഒരുപാട് ഹെൽപ്ഫുള്ളായി മാറാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലാസ്സിലുണ്ടാകുമ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ടിട്ട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത്. ആരും കാണുന്നില്ലെങ്കിൽ കൂടിയും. പക്ഷെ ആ ഒരു ഇൻ്ററാക്ഷൻ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഈ ടാലി ഓൺലൈൻ ക്ലാസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കരിയർ ജേണി എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.